വെൽക്കം. സഹമനാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം വീഡിയോ സീരീസ് നമ്മൾ 7ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ പാൻക്രിയാസിനെ കുറിച്ചിട്ടാണ്. അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് പാൻക്രിയാസ്, പാൻക്രിയാസിന്റെ സ്ട്രക്ചർ, പാൻക്രിയാസിന്റെ ഹിസ്റ്റോളജി പറയേണ്ടി വരും, ദെൻ പാൻക്രിയാസിന്റെ സെക്രീഷൻസ് ആൻഡ് ദ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാം. സോ പാൻക്രിയാസ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു അസസറി ഓർഗൻ ആണ്, അസസറി സ്ട്രക്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റൊമക്കിൽ നിന്ന് ഇത് സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലേക്ക് ഭക്ഷണം മൂവ് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റൊമക്ക് വരെയാണ് പറഞ്ഞത്. അപ്പോൾ ഭക്ഷണം ഇപ്പോൾ ഇനി ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ ദഹിപ്പിക്കണം. ഇനി കൂടുതൽ ദഹിപ്പിക്കണമെങ്കിൽ നമുക്ക് പാൻക്രിയാസിന്റെ സഹായം വേണം, ലിവറിന്റെ സഹായം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പാൻക്രിയാസിനെ പറ്റി പറയാം. അപ്പോൾ പാൻക്രിയാസിനുള്ള എൻസൈംസിന്റെ ആവശ്യമുണ്ട്. സോ നമ്മുടെ ഡിയോഡിനം നമുക്കറിയാം, ഒരു സി ഷേപ്ഡ് ഇങ്ങനെ സി പോലെ ആയിരിക്കും. സി ഷേപ്ഡ് സ്ട്രക്ചർ ആണ്, ഒരു ട്യൂബാണ്, ഹോളോ ട്യൂബ് ആണല്ലോ. ആൻഡ് ഇതിന്റെ പിറകിലേക്ക് നീങ്ങിയിട്ടാണ് ഈ പാൻക്രിയാസിന്റെ ഒരു ഇരിപ്പ്. പടം നോക്കിയാൽ മനസ്സിലാവും തോന്നുന്നു, ഒരു പിറകിലേക്ക് ഇരിക്കുന്നത്. ആൻഡ് ഡിയോഡിനത്തിലേക്കാണ് പാൻക്രിയാസ്. സോ പാൻക്രിയാസ് ഈസ് ഓപ്പണിംഗ് ഇൻ ടു ദ ഡിയോഡിനം. അപ്പോൾ ഈ എക്സോക്രൈൻ സെക്രീഷൻ, പാൻക്രിയാസിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് എല്ലാം ഈ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഡിയോഡിനത്തിലേക്കാണ്, ഇങ്ങോട്ടേക്കാണ് വരിക. ഈ പാൻക്രിയാസിന് എക്സോക്രൈൻ, ഐ മീൻ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ആൻ എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇത് എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. എൻഡോക്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഡുവൽ ഫംഗ്ഷൻ ഓർഗൻ. രണ്ട് ഫംഗ്ഷൻ ഉള്ള, എൻഡോക്രൈനും എക്സോക്രൈനും ഫംഗ്ഷൻ ഉള്ള ഓർഗൻ ആണ് പാൻക്രിയാസ്. അല്ലെ, പാൻ എന്ന് വെച്ചാൽ എന്താ? പാൻ ഇന്ത്യ, എല്ലായിടത്തും എന്നാണ് അർത്ഥം. പാൻ, ഓൾ ഓവർ ഇന്ത്യ. ക്രിയാസ് എന്ന് വെച്ചാൽ ഫ്ലഷ്, മൊത്തം ഫ്ലഷ് ആണ്. സോ ഇറ്റ്സ് എ ഫ്ലഷി ഓർഗൻ ആണ്. സോഫ്റ്റ് ഗ്ലാൻഡ്, സോഫ്റ്റ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ്, ടഫ് ഒന്നുമല്ല. ആൻഡ് അകത്ത് നിറയെ ലോബ്യൂൾസ് ആണുള്ളത്. സോ ഇറ്റ് ഇസ് എ ലോബുലേറ്റഡ് ഓർഗൻ ആണ്, ലോബുലേറ്റഡ് ഓർഗൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് നീളമാണ് കൂടുതൽ. അപ്പോൾ നമുക്കതിനെ ഇലോങ്ങേറ്റഡ് ഓർഗൻ എന്നും വിളിക്കാം. സോ ഇറ്റ് ഈസ് ഇലോങ്ങേറ്റഡ്. സോ സോഫ്റ്റ്, ലോബുലേറ്റഡ് ആൻഡ് ഇലോങ്ങേറ്റഡ്. ആൻഡ് പാൻക്രിയാസ് സ്റ്റൊമക്കിന്റെയും പിറകിലാണ്. പിറകിലിരിക്കുന്ന സാധനങ്ങളെ നമ്മൾക്കപ്പോൾ റിട്രോ പെരിട്ടോണിയൽ, പെരിട്ടോണിയത്തിന്റെ പുറകിലാണെന്ന് പറയാം. റിട്രോ പെരിട്ടോണിയൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ശരീരത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ്, ഓൾമോസ്റ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സോ ലെഫ്റ്റ് സൈഡഡ് ഓർഗൻ ആണ്. ഇനി കൃത്യം സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലംബാർ 1ന്റെയും ലംബാർ 2ന്റെയും, ഇപ്പൊ നട്ടല് വരയ്ക്കുകയാണെങ്കിൽ ലംബാർ വെർട്ടിബ്ര, ആ ഏരിയയിലായിട്ടാണ് ഇത് കാണുക. ആൻഡ് തൊട്ടടുത്ത് ഇവിടെ കിഡ്നി കാണാം, സ്പ്ലീൻ, അങ്ങനെയൊക്കെയുള്ള ഓർഗൻസ്. സോ ഇതാണ് അതിന്റെ പൊസിഷൻ. ഇനി നമുക്ക് പാൻക്രിയാസിനെ കുറച്ചും കൂടി അടുത്ത് കാണാം. ഇത് ഡിയോഡിനമാണ്, അത് കൺഫ്യൂഷൻ വേണ്ട. ഈ വരച്ചിരിക്കുന്നതാണ് പാൻക്രിയാസ്. സോ പാൻക്രിയാസിന്റെ ഷേപ്പ് ഒരു ജി ഷേപ്പാണ്, ജി പോലെയാണ് ഇരിക്കുക, ജി ഷേപ്ഡ് എന്ന് പറയും. ഇതിന്റെ നീളവും വീതിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു 12 to 15 സെന്റിമീറ്റർ നീളം, 2 to 4 സെന്റിമീറ്റർ വിഡ്ത്. ആൻഡ് തിക്നെസ് എന്ന് വെച്ചാൽ ഒരു 2 സെന്റിമീറ്ററിൽ കൂടാത്ത തിക്നെസ്, അതാണ് പരമാവധി തിക്നെസ്. സോ ഇതിന്റെ ഡയമെൻഷൻസ്. ആൻഡ് തൂക്കം എന്ന് വെച്ചാൽ ഒരു 80 to 90 ഗ്രാംസ്, അത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു ഓർഗൻ. ആൻഡ് ഇതിനെ നമുക്ക് 4 ഭാഗമായിട്ട് തിരിക്കാം. ഈ ഭാഗം എന്ന് വെച്ചാൽ അത് ഇതിന്റെ ഹെഡാണ്, ഹെഡ്, തല. ആൻഡ് എല്ലാസിന്റെ ഭാഗമാണ്. അത് ഏകദേശം വലതുവശമാണ്. ഇത് നമ്മുടെ ബോഡിയുടെ വലതുവശമാണ്. ഇത് ഇടതുവശമാണെങ്കിൽ ഇത് വലതുവശത്താണ് ഇരിക്കുക. ആൻഡ് ഡിയോഡിനത്തിന്റെ ഈ കർവേച്ചറിനോട് ഇങ്ങനെ ചേർന്ന്, സി ഷേപ്പ് കർവേച്ചറിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് ഹെഡ്. ഈ ഹെഡിന്റെ അടിഭാഗം, ഇത്രയും ഭാഗം, ഈ അടിഭാഗം ഇൻഫീരിയർ പാർട്ടിനെ നമ്മൾ വിളിക്കുക അൺസിനേറ്റ് പ്രോസസ് എന്നാണ്. ഒരു ഹുക്ക് പോലെയുള്ള ഒരു ഭാഗമാണ്, അല്ലെ. ആൻഡ് ഹെഡ് ഇതാണെന്ന് പറഞ്ഞു. ഇത് ബോഡിയാണ്, ഇനി അങ്ങോട്ട് പോകുന്ന ബോഡിയാണ്. ഈ ഹെഡും ബോഡിയും കൂടി ചേർക്കുന്ന ഭാഗം, നമുക്ക് ഈ ഭാഗത്തെ വേണമെങ്കിൽ നെക്ക് എന്ന് വിളിക്കാം. ചില ബുക്കിലൊന്നും അത് പറയുന്നില്ല. ഇനി ഈ ബോഡി ഭാഗം ഇങ്ങനെ ടേപ്പർ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്, ചെറുതായിട്ട് പോവുകയാണ്. ആൻഡ് അവസാനിക്കുന്നത് ടെയിലാണ്. ആൻഡ് ഈ ബോഡി ഭാഗത്ത് ഈ ഏരിയയിലായിട്ട് കുറച്ച് ചെറിയ പ്രൊജക്ഷൻസ് കൂടി കാണാം. ഞാനത് വരച്ചിട്ടില്ല, ചെറിയ പ്രൊജക്ഷൻസ് ഇവിടെ ഉണ്ട്. സോ അപ്പൊ 4 ഭാഗം, ഹെഡ്, നെക്ക്, ബോഡി, ടെയിൽ. പാൻക്രിയാസ് ഒരു ഗ്ലാൻഡ് ആണ്, നമുക്കറിയാം. അപ്പോൾ അതിനെന്തായാലും ഡക്റ്റുകൾ വേണം. എക്സോക്രൈൻ സെക്രീഷൻ ആകുമ്പോഴത്തേക്കും ഡക്റ്റുകൾ വേണം, ഡക്ടൽ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. സോ 2 ഡക്റ്റുകൾ ഉണ്ട്. ഒന്ന് മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റ് ആണ്, മെയിൻ, പി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റ്. രണ്ടാമത്തത് അസസറി പാൻക്രിയാറ്റിക് ഡക്റ്റ്. സോ ഇങ്ങനെ 2 ഡക്ടൽ സിസ്റ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റിനെ കുറിച്ച് പറയാം. മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റിന് വേറൊരു പേര് കൂടി ഉണ്ട്. അതിന് ഡക്ട് ഓഫ് വിർസിംഗ് എന്നും പറയാറുണ്ട്. ഡക്ട് ഓഫ് വിർസിംഗ്. സോ ഇത് ടെയിലിൽ നിന്ന് തുടങ്ങുന്നു, ടെയിലിൽ നിന്ന് ഇങ്ങനെ അങ്ങ് തുടങ്ങുന്നു. ഇത് ടെയിലിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഹെഡിലേക്ക് എത്തുകയാണ്. ഈ ഹെഡ് എത്തി കഴിയുമ്പോഴത്തേക്കും ഇത് ഞാൻ ലിവറും ഗോൾ ബ്ലാഡറും വരച്ചതാണ്. ഇത് ഗോൾ ബ്ലാഡർ ആണ്, ഇത് ലിവറാണ്. ലിവറിൽ നിന്നും ഗോൾ ബ്ലാഡറിൽ നിന്നും വരുന്ന കണക്ഷൻ കൂടി നോക്കുക, ഇവിടെ ഒരുമിച്ച് വന്ന് ഓപ്പൺ ചെയ്യാം. സോ കോമൺ ബൈൽ ഡക്ട്, ഇതിനെ നമ്മൾ വിളിക്കുക കോമൺ, രണ്ടും കൂടി ചേർന്നുകൊണ്ട് കോമൺ ബൈൽ ഡക്ട് ആണ്. അതും കൂടി ചേർന്നിട്ടാണ് ഈ ഡിയോഡിനത്തിലേക്ക് വന്ന് ഇവിടെ വന്ന് ഓപ്പൺ ചെയ്യുക. അതാണ് ഡിയോഡിനം പറഞ്ഞു, ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുക. രണ്ടായിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യുക. ഇതൊരെണ്ണം. ആൻഡ് ഡിയോഡിനത്തിൽ ഓപ്പൺ ചെയ്യുന്ന ഒരുമിച്ച് ചേരുന്ന രീതി, ആ സ്ഥലം, അതിന്
നമുക്ക് ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ആംപുള്ള എന്നാണ് വിളിക്കുക. സോ ഈ ഏരിയയെ നമ്മൾ വിളിക്കുക ഹെപ്പാറ്റോ, ലിവറിന്റെയും പാങ്ക്രിയാസിന്റെയും ആംപുള്ള. ആംപുള്ള എപ്പോഴും വീർത്തിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ ആംപുള്ള എന്ന് വിളിക്കുക. സോ ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ആംപുള്ള. ആംപുള്ള നമ്മൾ പല സ്ഥലത്തും പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനെയും പുതിയൊരു പേരുണ്ട്, ആംപുള്ള ഓഫ് വെയ്റ്റർ എന്ന് വിളിക്കാം. W അല്ല, V ആണ്, വെയ്റ്റർ. ആംപുള്ള ഓഫ് വെയ്റ്റർ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ആൻഡ് ഡിയോഡനത്തിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഡിയോഡനത്തിൽ ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗം, അതിനെ നമ്മൾ വിളിക്കുകയാണ് ദിസ് മേജർ ഡിയോഡിനൽ പാപ്പില്ലേ. മേജർ ഡിയോഡിനൽ പാപ്പില്ലേ എന്നാണ് ഇതിനെ വിളിക്കുക. ആൻഡ് ഇവിടെ ഒരു സ്ഫിങ്ക്റ്റർ കൂടിയുണ്ട്. സ്ഫിങ്ക്റ്റർ മീൻസ് ചുരുങ്ങുകയും അടയുകയും തുറയുകയും ഒക്കെ ചെയ്യുന്ന ഭാഗം. ഈ സ്ഫിങ്ക്റ്ററിന് ഫേമസ് പേരാണ് സ്ഫിങ്ക്റ്റർ ഓഫ് ODDI. ഇത്രയും പേരുകൾ ഒന്ന് പഠിച്ചു വെക്കണം. ഡക്ട് ഓഫ് വിർസിംഗ് ഉണ്ട്, ദെൻ കോമൺ ബൈൽ ഡക്ട് വരുന്നുണ്ട്, അതും കൂടി ചേരുന്ന ഭാഗം ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ആംബുള്ളയാണ്, അല്ലെങ്കിൽ ആംബിൾ ഓഫ് വെയ്റ്റർ ആണ്. ഇപ്പുറത്തേക്ക് എത്തുന്ന ഈ ഭാഗം മേജർ ഡിയോഡിനൽ പാപ്പില്ലയാണ്. ആൻഡ് ഇവിടെയുള്ള സ്ഫിങ്ക്റ്ററിന് സ്ഫിങ്ക്റ്റർ ഓഫ് OD എന്ന് പറയും. സോ ഇതാണ് മെയിൻ പാങ്ക്രിയാറ്റിക് ഡക്ട് പോകുന്ന വഴി. രണ്ടാമത്തത് ആക്സസറി പാങ്ക്രിയാറ്റിക് ഡക്ട് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേര് ഡക്ട് ഓഫ് സാന്റോറിനി എന്നാണ്. ഡക്ട് ഓഫ് സാന്റോറിനി എന്ന് വിളിക്കും. ആൻഡ് ഇതിന് മേജർ പാങ്ക്രിയാറ്റിക് ഡക്ട് നമ്മൾ ആദ്യം വരച്ചിരുന്ന അതിൽ നിന്നുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്. സോ ഇതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ആണ്. സോ ഇത് രണ്ടും ഒന്നായിരുന്നു, ഇങ്ങോട്ട് തിരിയുന്നു. ആൻഡ് ദെൻ ഹെഡ്, ഇതാണ് ഹെഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹെഡിന്റെ ഈ ഭാഗത്തെ അൺസിനേറ്റ് പ്രോസസ്. സോ അൺസിനേറ്റ് പ്രോസസ്സിൽ നിന്നുള്ള ഒരു ബ്രാഞ്ച് കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് പോവുക. ഇതാണ് ഈ പറയുന്ന സംഭവം. ആൻഡ് ഇത് ഓപ്പൺ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ മേജർ പാങ്ക്രിയാറ്റിക് പാപ്പില്ലയുടെ ഏകദേശം ഒരു 2 to 2.5 സെന്റിമീറ്റർ മുകളിലാണ്. അല്ലെങ്കിൽ ഡിയോഡനത്തിന്റെ ആദ്യം ഇതാണ് ഓപ്പൺ ചെയ്യുക. സാന്റോറിനി ഡക്ട് വന്നിട്ടാണ് ഓപ്പൺ ചെയ്യുക. ആൻഡ് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര്, ഇത് മേജർ ഡിയോഡിനൽ പാപ്പില്ല ആണെങ്കിൽ ഇതിപ്പോ മൈനർ ഡിയോഡിനൽ പാപ്പില്ലേ എന്ന് നമ്മൾ വിളിക്കും. സോ പാങ്ക്രിയാസിൽ നിന്ന് ഓപ്പണിംഗ് ഡിയോഡിനത്തിലേക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് മേജർ ഡിയോഡിനൽ പാപ്പില്ലായിട്ട് ഓപ്പൺ ചെയ്യുന്നു, രണ്ട് മൈനർ ഡിയോഡിനൽ പാപ്പില്ല. തമ്മിൽ ഒരു 2.5 സെന്റിമീറ്റർ വ്യത്യാസമുണ്ട്. മൈനർ ആണ് ആദ്യം, മേജർ താഴെയാണ്. മേജറിനൊപ്പം ലിവറിൽ നിന്നും ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള കണക്ഷൻ കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാങ്ക്രിയാസിന്റെ ഡക്റ്റുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ഡക്ടൽ അറേഞ്ച്മെന്റ്. സെക്രീഷൻസ് എല്ലാം ആദ്യം ചെറിയ എവിടെ നിന്ന് ഒരു സെൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെക്രീഷൻ ചെറിയ ഡക്റ്റിലേക്ക് എത്തും. ചെറിയ ഡക്റ്റിൽ നിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ലാർജർ ഡക്റ്റിലേക്ക് പോകും ഒരുമിച്ച്. സോ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത് അക്യൂട്ട് ആംഗിളിലാണ് വരച്ചു. ഇതിനെ ഹെറിംഗ് ബോൺ പാറ്റേൺ എന്നാണ് പറയാ. ഹെറിംഗ് ബോൺ പാറ്റേൺ. ഇതൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ മൊത്തം അറേഞ്ച്മെന്റ് ഇങ്ങനെ മൊത്തം ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമ്മൾ അസിനി എന്നാണ് വിളിക്കുക. അസിനി എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഇതാണ് അസിനി. ഞാൻ അസിനി ഇപ്പൊ വലുതാക്കി വെച്ചിട്ടുണ്ട്. സോ അസിനി ഡക്ടസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ താഴത്ത് കാണുന്നതാണ് മേജർ ഡക്ട്. സോ ദീസ് ദ മേജർ ഡക്ട്. തൊട്ടുമുകളിൽ ഈ വരുന്നതാണ് അതിന്റെ സ്മോളർ ഡക്ട്സ്. ആൻഡ് ചുറ്റും ഈ കാണുന്നതാണ് അസിനി അറേഞ്ച്മെന്റ്. അപ്പൊ അവിടെയാണ് പാങ്ക്രിയാറ്റിക് എക്സോക്രൈൻ സെൽസ് ആണ് ഈ വരച്ചു വെച്ചിരിക്കുന്നതെല്ലാം. പാങ്ക്രിയാസിന്റെ 99% സെക്രീഷൻ, ദാറ്റ് മീൻസ് എക്സോക്രൈൻ, എല്ലാം വരുന്നത് ഈ അസിനിയിൽ നിന്നാണ്, അസിനീസിൽ നിന്നാണ് വരിക. ആൻഡ് അസിനിയുടെ ഇവിടെ ഇങ്ങനെ പ്രൊജക്ട്, കുറച്ച് നീല കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഇവിടെ എല്ലായിടത്തും ഞാൻ വരച്ചിട്ടുണ്ട്. അതേപോലെ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സെല്ലുകൾ, ഇതിനെ നമ്മൾ വിളിക്കുക സെൻട്രി അസിനി സെൽസ് എന്നാണ് വിളിക്കുക. സെൻട്രി അസിനി സെൽ. സോ ഈ സെൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ബൈകാർബണേറ്റ് ഉണ്ടാക്കുന്നത്. ബൈകാർബണേറ്റ് സെക്രീറ്റിംഗ് സെൽസ് ആണ് ഇത്. മറ്റു ചുറ്റുമുള്ള ഈ സെൽസ് ആണ് എന്ത്, ബാക്കി സംഭവങ്ങളെല്ലാം സെക്രീറ്റ് ചെയ്യുക. ബാക്കി സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് എല്ലാം സെക്രീറ്റ് ചെയ്യുക. ഡൈജസ്റ്റീവ് എൻസൈംസ് എല്ലാം സെക്രീറ്റ് ചെയ്യുന്ന ഈ സെൽസുകളാണ്. സോ ഈ സെൽസുകൾ ഉണ്ടാക്കുന്ന എല്ലാം അവസാനിക്കുന്നത് ഓജൻ എന്ന പേരിലായിരിക്കും. സൈമോജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ഫോമിലായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇനാക്റ്റീവ് അത് പിന്നീടായിരിക്കും സ്റ്റൊമക്കിലെത്തുമ്പോഴോ അല്ലെങ്കിൽ ഡിയോഡനത്തിലെത്തുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഒക്കെ ആയിരിക്കും ആക്റ്റീവ് ആവുക. അപ്പൊ നമുക്ക് പാങ്ക്രിയാസിന്റെ എൻഡോക്രൈൻ പാർട്ടും കൂടി കണ്ടേക്കാം. സോ ഈ അസിനിയുടെ ചുറ്റും ഈ ചുറ്റുഭാഗത്തായിട്ട് ക്ലസ്റ്റേഴ്സ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരുമിച്ചിരിക്കുന്നതിനാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് ഓഫ് എൻഡോക്രൈൻ സെൽ. സോ ഇതിനാണ് നമ്മൾ പാങ്ക്രിയാറ്റിക് ഐലറ്റ്സ്, ISLETS. ഐലറ്റ്സ് എന്ന് വെച്ചാൽ ഐലൻഡ് എന്നാണ് അർത്ഥം. ഐലൻഡ് കര അല്ലെ, ചുറ്റും വെള്ളമുള്ള കരേനാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുന്നത്. സോ ഇതപ്പോ ഒരു ഐലൻഡ് പോലെ ഇരിക്കുകയാണ്, വേറൊരെണ്ണം ഇവിടെ ആയിരിക്കും ഇരിക്കുക, അങ്ങനെയാണ് ഇത്. സോ അപ്പൊ ഇതിന്റെ ഫുൾ പേര് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ്. ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്നാണ് ഇതിന്റെ പേര്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഫുൾ പേര്. ആൻഡ് ഇതിനുള്ളിൽ ഓരോന്നിലും ഞാൻ ഈ പല കളറിൽ വരച്ചിരിക്കുന്നതാണ്. ഓരോന്നും ഓരോ തരം സെല്ലാണ്, ഓരോ തരം ഹോർമോൺസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള ആൽഫ സെൽസ് ഉണ്ടാക്കുന്നത് ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ എൻഡോക്രൈൻ ഹോർമോൺ ആണ്. ബീറ്റ സെൽസ് വെരി ഫേമസ് ആണ്, ഇൻസുലിൻ
ഇൻസുലിൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇനി ഡെൽറ്റ സെൽസ് നമ്മൾ പല സ്ഥലത്തൊക്കെ സ്റ്റൊമക്കിലെ പഠിച്ചു. ഇത് തന്നെ സാധനം സൊമാറ്റോസ്റ്റാറ്റിൻ ആണ് ഉണ്ടാക്കുക. ആൻഡ് എഫ് സെൽസ് ഉണ്ട്. എഫ് സെൽസ് പ്രൊഡ്യൂസ് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് ഉണ്ടാക്കും. സോ ഈ സെക്രീഷൻസ് ഒന്നും മെസിനിൽ വരില്ല കേട്ടോ. ഇതെല്ലാം അവിടെ ഉള്ളതാ ഇതിനകത്തേക്ക് പോയി ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡിലേക്കായിരിക്കും പോവുക. ഇത് പക്ഷെ ഇങ്ങോട്ടേക്ക് വന്ന് ഡിയോഡിനത്തിലേക്ക്, അവസാനം ഡിയോഡിനത്തിലേക്ക് പോകും. അപ്പൊ ഇത് വേറെ വഴി, ഇത് എന്ത് വഴി, ഇത് വേറെ വഴി. ഇനി പാൻക്രിയാസിന്റെ ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ എന്ന് പറഞ്ഞേക്കാം. പാൻക്രിയാസിലേക്ക് ബ്ലഡ് ആർട്ടറീസ് വരുന്നത് ഒന്ന് സ്പ്ലെനിക് ആർട്ടറീസ് ആണ്. സ്പ്ലീനിൽ നിന്ന് വരുന്ന ആർട്ടറിയാണ് സ്പ്ലെനിക് ആർട്ടറി, സ്പ്ലീനിലേക്ക് കൊടുക്കുന്ന ആർട്ടറി. ദെൻ ഡിയോഡിനം, ഇത് ഡിയോഡിനാണ്, ഡിയോഡിനത്തിലേക്ക് പോകുന്ന ആർട്ടറി. സോ അവിടെ നിന്ന് രണ്ടുമാണ് ബ്ലഡ് സപ്ലൈ ഇങ്ങോട്ടേക്ക് കിട്ടുക പാൻക്രിയാസിന്. ഇനി ഇവിടുന്ന് പോകുന്നത് വെയിൻ, പോകുന്നത് സ്പ്ലെനിക് വെയിൻ ഉണ്ട്, സ്പ്ലെനിക് വെയിൻസ് ഉണ്ട്. ദെൻ സുപ്പീരിയർ മിസെൻട്രിക് വെയിൻ ഉണ്ട്. സോ ഇത് രണ്ടും ചെന്ന് ചേരുന്നത് പോർട്ടൽ വെയിനിലേക്കാണ്. പോർട്ടൽ വെയിൻ ചെന്ന് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ലിവറിലേക്കാണ് പോകുന്നത്. നമ്മൾ പിന്നീട് പഠിക്കും. നെർവ് സപ്ലൈ, പാരാസിമ്പതറ്റിക് നെർവ് സപ്ലൈ ഇതിന് കൊടുക്കുന്നത് ഏതാണ്? വാഗസ് നെർവ് ആണ്, 10th ക്രേനിയൽ നെർവ്. ദെൻ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കൊടുക്കുന്നത് പ്ലാൻചിക് എന്ന് വെച്ചാൽ സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പ്ലാൻചിനിക് എന്ന് പറയണം. പ്ലാൻചിനിക് നെർവ് എന്ന് പറയും. സോ സ്പ്ലീനെ നമുക്ക് പ്ലാൻചിനിക് എന്ന് പറയാം. സോ അപ്പോൾ നമ്മൾ അനാറ്റമി ഭാഗം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഫിസിയോളജി ഭാഗത്തേക്കാണ്. സെക്രീഷൻസ് ഓഫ് പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ എക്സോക്രൈൻ സെക്രീഷനെ നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നാണ് വിളിക്കുക. പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എപ്പോഴും എല്ലാത്തിലും എഴുതാവുന്ന 99.5% ഓഫ് വാട്ടർ, ദെൻ 0.5% ഓഫ് ഫോംഡ് എലമെന്റ്സ് ആൻഡ് അതർ, അല്ലെ മറ്റു സാധനങ്ങളല്ല. ഇപ്പൊ ദിവസം എത്ര ml സെക്രീറ്റ് എന്ന് വെച്ചാൽ ഒരു 500 to 800 ml ആണ് ഇത്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ബൈകാർബണേറ്റ് ഒരുപാടുണ്ട്, വളരെയധികം കൂടുതലാണ്. ബൈകാർബണേറ്റിന്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. ഒരു 110 to 150 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ, അത്രയും ബൈകാർബണേറ്റ് ഉണ്ട്. ഇത് ഉണ്ടാക്കുന്നത് സെൻട്രിയസിനൽ സെൽസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇത്രയും ബൈകാർബണേറ്റ് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ നിന്ന് വന്നാൽ എന്താണ്? സ്റ്റൊമക്കിൽ നിന്ന് നല്ല കട്ട ആസിഡ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആസിഡിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യണം. ആ ഫുഡ് ഫുൾ ആസിഡിക് ആണ്. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ബേസ് കൊടുക്കേണ്ടി വരും. അതാണ് ഒരു ഫംഗ്ഷൻ, ടു ന്യൂട്രലൈസ് ദ ആസിഡ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന എൻസൈം, അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 7 to 9 ആസിഡിക് എൻവയോൺമെന്റിൽ പറ്റില്ല. ആൽക്കലൈൻ ഓർ ബേസിക് എൻവയോൺമെന്റിൽ അതൊക്കെ ആക്ട് ചെയ്യുള്ളൂ. സോ അതിന് ഇപ്പൊ സോഡിയം ബൈകാർബണേറ്റ് വേണം. മൂന്നാമത്തെ എന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റൊമക്കിൽ നിന്ന് വന്ന പെപ്സിൻ വരുന്നുണ്ട് നമുക്കറിയാം. അതിന്റെ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബൈകാർബണേറ്റ്. അപ്പൊ 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യണം. ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ പെപ്സിന്റെ ആക്ഷൻ കുറയും. ആൽക്കലൈൻ ആക്കുമ്പോഴത്താണ് ഇതിന്റെ ആക്ഷൻ കിട്ടുള്ളൂ. സോ അത്രയും കാര്യങ്ങൾക്കാണ് ബൈകാർബണേറ്റ്. അപ്പൊ നമുക്ക് ഡൈജസ്റ്റീവ് എൻസൈംസ് എന്തെല്ലാം ഉണ്ട് എന്ന് പറയാം. ഡൈജസ്റ്റീവ് എൻസൈംസ് ഫോർ പ്രോട്ടീനെ ഡൈജസ്റ്റീവ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഫാറ്റ്, എല്ലാത്തിനെയും ഡൈജസ്റ്റ് ചെയ്യുന്നത്. ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ഉണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് ആദ്യം പറയേണ്ടത് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണ്. 2 തരം എൻസൈംസ് ഉണ്ട് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ. രണ്ടും പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്ന് എക്സോപെപ്റ്റിഡേസ് ആണ്, എക്സോപെപ്റ്റിഡേസ്. രണ്ടാമത്തത് എൻഡോപെപ്റ്റിഡേസ് എന്ന് പറയുന്നതുണ്ട്. എക്സോപെപ്റ്റിഡേസസ്. എന്താണ് ഈ എക്സോപെപ്റ്റിഡേസും എൻഡോപെപ്റ്റിഡേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എൻഡോ എന്ന് പറയുമ്പോൾ നടുവിൽ, ഏകദേശം ഉള്ളിൽ നിന്നാണ് അർത്ഥം. ഇതൊരു വലിയ പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ഒരു വെട്ടുകെട്ടാണെങ്കിൽ ഇതൊക്കെ എൻഡോപെപ്റ്റിഡേസ് ആണ്. എക്സോപെപ്റ്റിഡേസസ് ഇതൊരു പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കുക. അത് ഇവിടെ നിന്ന് ഇത്രയും മാത്രം ഇങ്ങനെയൊക്കെ വെട്ടുകയാണെങ്കിൽ അത് എക്സോപെപ്റ്റിഡേസ് ആണ്. സോ ഇത് വലിയ പ്രോട്ടീനെ ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കുന്ന പ്രോട്ടീനാണ് എൻഡോപെപ്റ്റിഡേസ്. എക്സോപെപ്റ്റിഡേസ് എന്ന് വെച്ചാൽ ചെറിയ പ്രോട്ടീൻ കഷ്ണങ്ങളെ ഇങ്ങനെ കുഞ്ഞു അമിനോ ആസിഡ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ് എക്സോപെപ്റ്റിഡേസ്. അപ്പൊ എൻഡോപെപ്റ്റിഡേസസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോപെപ്റ്റിഡേസസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ, 2 എണ്ണം. ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ ആണ് പ്രധാനപ്പെട്ട എൻഡോപെപ്റ്റിഡേസസ്. എക്സോപെപ്റ്റിഡേസ് ഏതൊക്കെയാന്ന് വെച്ചാൽ കാർബോക്സി പെപ്റ്റിഡേസസ്, അമിനോപെപ്റ്റിഡേസസ്, ഇലാസ്റ്റേസസ്, കൊളാജിനേസ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് എക്സോപെപ്റ്റിഡേസസ്. അപ്പൊ നമുക്ക് ആദ്യം എൻഡോപെപ്റ്റിഡേസസ് അതിനെ കുറിച്ച് പറയാം. എൻഡോപെപ്റ്റിഡേസസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രിപ്സിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ട്രിപ്സിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ ഇതൊരു ഒറ്റ പോളിപെപ്റ്റൈഡ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ആണെങ്കിലും വളരെ സിമ്പിൾ ആണ്. ഒറ്റ പോളിപെപ്റ്റൈഡ്. മോളിക്കുലാർ വെയിറ്റ് ഒരു 25,000 വെച്ച് കൂട്ടാം നമുക്ക്. 25,000, 229 അമിനോ ആസിഡുകൾ ഉണ്ട്. സോ ഈ നീളം എന്ന് വെച്ചാൽ അമിനോ ആസിഡ് എടുക്കുക 229 എണ്ണം. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പുറത്തു വരുന്ന എല്ലാം തന്നെ ഇനാക്റ്റീവ് ആയിരിക്കും. സോ എല്ലാം തന്നെ സൈമോജൻ ആണെന്നും പറഞ്ഞു. അപ്പൊ ട്രിപ്സിൻ ആണെങ്കിൽ അപ്പോൾ ട്രിപ്സിൻ പുറത്തു വരുന്നത് ട്രിപ്സിനോജൻ ആയിട്ടാണ് വരിക. സോ ട്രിപ്സിനോജൻ എങ്ങനെ ട്രിപ്സിൻ ആകും
ആകും എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്തിട്ട് ഡിയോഡിനത്തിലെത്തുമ്പോൾ ഡിയോഡിനത്തിൽ ഒരു എൻസൈം ഉണ്ട്, പേര് എൻറ്ററോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അത് ഈ ഓജനെ മാറ്റി ട്രിപ്സിൻ ആക്കി മാറ്റും. ട്രിപ്സിൻ വിൽ ബിക്കം ആക്റ്റീവ് ആകും. അപ്പോൾ ട്രിപ്സിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ആക്റ്റീവ് ട്രിപ്സിൻ. ഇനി ഇത്തിരി ട്രിപ്സിൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്സിനോജനെ സ്വയം ട്രിപ്സിന് തന്നെ ആക്ടിവേറ്റ് ചെയ്യാം, സ്വന്തമായിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. സോ അതിന് നമുക്ക് ഓട്ടോ കാറ്റലിറ്റിക് ആക്ഷൻ, ഓട്ടോ കാറ്റലിറ്റിക് എഫക്ട് എന്നാണ് പറയുന്നത്. സോ ഓട്ടോ ആക്റ്റീവ് ആകും. സോ ട്രിപ്സിനോജനെ ആദ്യം എൻട്രോകൈനേസ് ഒന്ന് ആക്ടിവേറ്റ് ആക്കുന്നു, പിന്നെ ട്രിപ്സിൻ തന്നെ ബാക്കിയുള്ള എല്ലാ ട്രിപ്സിനോജനെയും ആക്ടിവേറ്റ് ആകും. സോ ട്രിപ്സിനൊപ്പം സാധാരണ ഇപ്പോൾ ട്രിപ്സിൻ വരികയാണെങ്കിൽ അതിന്റെ കൂടെ ഇങ്ങനെ ഈ അറ്റത്ത് ഒരു സാധനം ഉണ്ടാവും, ട്രിപ്സിൻ ഇൻഹിബിറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഇത് വെട്ടിമുറിച്ച് മാറ്റലാണ് ഈ ആക്ടിവേറ്റ് ചെയ്യുക എന്നീ പറയാം. ആൻഡ് ട്രിപ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന എല്ലാ എൻസൈംസിനെ എല്ലാം, ഇപ്പോൾ കാർബോക്സി പെപ്റ്റിഡേസ് ആണെങ്കിൽ അത് പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കൈമോട്രിപ്സിൻ ആണെങ്കിൽ കൈമോട്രിപ്സിനോജൻ ആയിരിക്കും. എല്ലാം ഇനാക്റ്റീവ് ആണ്. സോ ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ടു ആക്ടിവേറ്റ് ഓൾ പാൻക്രിയാറ്റിക് എൻസൈംസിനെ എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്യും. ഞാനപ്പോൾ ഇനി അടുത്ത ഓരോന്നിനെ പറ്റി പറയുമ്പോൾ ട്രിപ്സിൻ ആണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പറയില്ല, പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് എഴുതി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ദെൻ പ്രോട്ടിയോളിറ്റിക് ഫംഗ്ഷൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. വലിയ പ്രോട്ടീനെ ഇങ്ങനെ എൻഡോപെപ്റ്റിഡൈസ് ചെയ്ത് പീസ് ആക്കുന്നു, വലിയ പ്രോട്ടീൻസ് ആക്കുന്നു. ദെൻ മിൽക്ക് കർട്ട്ലിംഗ് ഇതിനെ എന്താക്കാന്ന് വെച്ചാൽ പ്രോട്ടിയോസസ് ആൻഡ് പോളിപെപ്റ്റൈഡ്സ് ആക്കും. പോളിപെപ്റ്റൈഡ്സ് ആണ് ആക്കി മാറ്റുക. സോ ഇറ്റ്സ് നോട്ട് കൺവേർട്ടിംഗ് ഇൻടു അമിനോ ആസിഡ്. ദെൻ മിൽക്ക് കർഡിംഗിൽ കേസിനോജനെ കേസിനാക്കാനും ഇതിന്റെ സഹായം ആവശ്യമുണ്ട്. ദെൻ ഓൾസോ കൈമോട്രിപ്സിനോജനും ഇത് ചെയ്യും. ദെൻ ഇറ്റ് ഹാസ് ഓൾസോ റോൾ ഇൻ ബ്ലഡ് ക്ലോട്ടിങ്ങിലും അത് ചെയ്യാനുള്ള കഴിവുണ്ട് ട്രിപ്സിൻ. അപ്പൊ അതാണ് ട്രിപ്സിൻ. ഇനി രണ്ടാമത്തെ നമുക്ക് പറയാനുള്ളത് കൈമോട്രിപ്സിൻ ആണ്. കൈമോട്രിപ്സിൻ ഞാൻ ഇനി ഒന്നും കൂടി പറയും, കൈമോട്രിപ്സിനോജൻ ആയിട്ടാണ് വരുന്നത്. സോ ട്രിപ്സിൻ കൺവേർട്ടഡ് കൈമോട്രിപ്സിനോജൻ ടു കൈമോട്രിപ്സിൻ. ഇനി വീണ്ടും പറയേണ്ട ആവശ്യം, നമ്മൾ എൻഡോപെപ്റ്റിഡൈസിലാണ് പറയുന്നത്, ഇതും എൻഡോപെപ്റ്റിഡൈസ് തന്നെയാണ്. പോളിപെപ്റ്റൈഡ് നെയൊക്കെ കണ്ടിച്ച് പെപ്റ്റോൺസും പോളിപെപ്റ്റൈഡും ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഒരു ഇച്ചിരി വലുതാണ്, 25700 ഇതിന്റെ അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിന്റെ നീളം അപ്പൊ 246 എണ്ണം ഉണ്ട് അമിനോ ആസിഡ്സ്. സോ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് തന്നെയാണ് പണി. ദെൻ ഡൈജഷൻ ഓഫ് മിൽക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, മിൽക്കിന്റെ ഡൈജഷനെ സഹായിക്കും മിൽക്ക്. രണ്ടുപേരും കൂടിയാണ് കേസിനോജനെ കേസിനാക്കി മാറ്റുക. അപ്പൊ അടുത്തത് നമുക്ക് എക്സോപെപ്റ്റിഡൈസ് ആണ് പറയേണ്ടത്. എക്സോപെപ്റ്റിഡൈസസ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടാണ്. എക്സോപെപ്റ്റിഡൈസസ് ഒന്ന് കാർബോക്സി പെപ്റ്റിഡൈസ് ആണ്, കാർബോക്സി പെപ്റ്റിഡൈസസ്. സോ ഇതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത് ട്രിപ്സിൻ ആണെന്ന് നമ്മൾക്ക് ഓർത്തിരിക്കുക. പ്രോ കാർബോക്സി പെപ്റ്റിഡൈസ് ആണ് കാർബോക്സി പെപ്റ്റിഡൈസ് ആക്കി മാറ്റുക. കാർബോക്സി പെപ്റ്റിഡൈസ് എ ഉണ്ട്, ബി ഉണ്ട്. ഈ എ എന്ന് പറയുന്നത് ഇപ്പൊ അരോമാറ്റിക് അല്ലെങ്കിൽ അലിഫാറ്റിക് സൈഡ് ചെയിൻ. ഇപ്പൊ അമിനോ ആസിഡ്സ് ആണല്ലോ, ഇങ്ങനെ അമിനോ ആസിഡ് ഇതാണല്ലോ പെപ്റ്റൈഡ്. ഇപ്പൊ ഇതിന്റെ ഈ അറ്റത്തുനിന്ന് കട്ട് ചെയ്യുന്നതാണ്. സോ ഞാൻ പറഞ്ഞു എക്സോപെപ്റ്റിഡൈസ് എന്ന് വെച്ചാൽ ഒരു അമിനോ ആസിഡ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീനെ ഇങ്ങനെ അറ്റത്തുനിന്ന് കട്ട് ചെയ്യുന്നതാണ് എന്ന് പറയും. ഏതറ്റാന്ന് വെച്ചാൽ കാർബോക്സി ടെർമിനൽ. സോ എല്ലാ അമിനോ ആസിഡിനും ഒരു കാർബോക്സി ടെർമിനൽ കാണും, ഒരു അമിനോ ടെർമിനൽ കാണും. സോ കാർബോക്സി ടെർമിനലിന്റെ അവിടെ അരോമാറ്റിക്കോ അലിഫാറ്റിക്കോ ആണെങ്കിൽ കാർബോക്സി പെപ്റ്റിഡൈസ് എ ആയിരിക്കും ആക്ട് ചെയ്യുക. ഇവിടെ ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണോ ഉള്ളതെങ്കിൽ ഇത് ബി ആയിരിക്കും ആക്ട്. സോ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് അമിനോ പെപ്റ്റിഡൈസ് ആണ്. അമിനോ പെപ്റ്റിഡൈസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും കട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സോ അമിനോ പെപ്റ്റിഡൈസ് ആണ് അടുത്ത ആൾക്കാർ. ദെൻ പിന്നെ ഇലാസ്റ്റേസ് ഉണ്ട്. ഇലാസ്റ്റേസ് മീൻസ് ഡൈജസ്റ്റ് ഇലാസ്റ്റിക് ഫൈബേഴ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് ഇലാസ്റ്റേസ്. കൊളാജിനേസ് ഒക്കെ നമ്മൾ ചുമക്കലും കണ്ടതാണ്. ഡൈജസ്റ്റ് കൊളാജ്. സോ ഇത്രയാണ് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതിനകത്തുള്ളത്. പിന്നെ ഒരു ചെറിയ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിനകത്തേക്ക് പോകാം. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ന്യൂക്ലിയേസസ് ഉണ്ട്. ന്യൂക്ലിയേസസ് എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും, അത് DNA RNA ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റൈബോ ന്യൂക്ലിയേസസ് എന്തിനായിരിക്കും ഡൈജസ്റ്റ് ചെയ്യുക, അത് RNA ഡൈജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഡിയോക്സി റൈബോ ന്യൂക്ലിയേസസ് ആണെങ്കിൽ അത് DNA ആയിരിക്കും ഡൈജസ്റ്റ് ചെയ്യുക. സ്റ്റോർ 3 അത്ര മതി അതിനെക്കുറിച്ച്. ഇനി നമുക്ക് രണ്ടാൾക്കാരെയും കൂടിയാണ് ഡൈജസ്റ്റ് ചെയ്യാനുള്ളത്. ഒന്ന് പ്രധാനപ്പെട്ടത് ലിപിഡ്സ് ആണ്, ദെൻ പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. സോ ലിപിഡ്സിനെ കുറിച്ച് പറയാം. ലിപിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് വെച്ചാൽ പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് ഏറ്റവും വലുത്, ഏറ്റവും കൂടുതലുള്ളത്. മിക്കവാറും 80% പണിയും ചെയ്യുന്ന ഇയാൾ ഒറ്റയ്ക്കാണ്. പാൻക്രിയാറ്റിക് ലിപ്പേസ് ഒറ്റയ്ക്കാണ്. പാൻക്രിയാറ്റിക് ലിപ്പേസിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, കൂടെ കുറച്ച് സഹായം കോലിപ്പേസ് എന്ന് പറയുന്ന ആൾ കൂടി വേണ്ടി വരും. കോ എന്ന് വെച്ചാൽ സഹായിക്കുന്ന ആളാണല്ലോ. സോ കോലിപ്പേസും സഹായിക്കുന്നു. ദെൻ ബൈൽ സോൾസിന്റെ സഹായം, ബൈൽ എവിടെ നിന്ന് വരിക, ലിവറിൽ നിന്ന് വരുന്ന ബൈൽ സോൾസിന്റെയും കൂടി സഹായം വേണ്ടി വരും. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രൈഗ്ലിസറൈഡിനെ മോണോഗ്ലിസറൈഡ് പ്ലസ് ഫാറ്റി ആസിഡ് ആക്കി മാറ്റുക, ഫ്രീ ഫാറ്റി ആസിഡ് ആക്കി മാറ്റലാണ് ഇതിന്റെ പണി പ്രധാനമായി. അപ്പൊ ഈ എൻസൈംസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു അസുഖമാണ് സ്റ്റീയറ്റോറിയ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇത് അബ്സോർബ് ചെയ്യാതെ മൊത്തം ഈ മലത്തിലൂടെ പോകും, മോഷനിലൂടെ പോകുന്ന അസുഖമാണ്. ദെൻ പിന്നെ ഉള്ളത്, അപ്പൊ ഇതാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് പറഞ്ഞത്. രണ്ടാമത്തത് കൊളസ്ട്രോൾ എസ്റ്റർ ഹൈഡ്രോലേസ്, അല്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ എസ്റ്ററേസ്
എസ്റ്ററേസ് എന്ന് പറയാം. സോ കൊളസ്ട്രോൾ എസ്റ്ററേസ് എന്ത് ചെയ്യും? കൊളസ്ട്രോൾ എസ്റ്ററിനെ കണ്ടിച്ച് 2 പീസ് ആക്കും. കൊളസ്ട്രോൾ വേറെ, അതിന്റെ ആസിഡ് വേറെ ആക്കുന്നതാണ് കൊളസ്ട്രോൾ എസ്റ്റർ ഹൈഡ്രോലേസ് എന്ന് പറയുന്ന ആൾ. ദെൻ പിന്നെ ഉള്ളത് ഫോസ്ഫോലിപ്പേസ്. ഫോസ്ഫോലിപ്പേസ് എ ആണ്. ഫോസ്ഫോലിപ്പേസ് ലെസിത്തിനിൽ ആക്ട് ചെയ്യും, സെഫാലിനിലൊക്കെ ആക്ട് ചെയ്യുന്നതാണ്. ഫോസ്ഫോലിപ്പേസ് ബി ഉണ്ട്, അത് ലൈസോലെസിത്തിനിലും ലൈസോസെഫാലിനിലും ആക്ട് ചെയ്യുന്നതാണ് ഫോസ്ഫോലിപ്പേസ്. കോലിപ്പേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കോലിപ്പേസ് ആക്ട് ചെയ്യുന്നത് പാങ്ക്രിയാറ്റിക് ലിപ്പേസിനെ സഹായിക്കുന്ന ആളാണ്. ദെൻ ബൈൽ സോൾട്ട് ആക്ടിവേറ്റഡ് ലിപ്പേസ് കൂടിയുണ്ട്. ബൈൽ സോൾട്ട് ആക്ടിവേറ്റഡ് ലിപ്പേസ് അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതർ ലിപ്പിഡ്സിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ ഇതാണ് ലിപ്പിഡ് ഡൈജസ്റ്റിംഗ് എൻസൈംസ് പ്രസന്റ് ഇൻസൈഡ് ദ പാങ്ക്രിയാറ്റിക് ജ്യൂസ്. പിന്നെ ബാക്കി ഡൈജസ്റ്റ് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അമൈലേസ് എന്ന പേരാണ് നമ്മൾ ഇടുക. അപ്പോൾ ഇത് പാങ്ക്രിയാറ്റിക് ആയതുകൊണ്ട് പാങ്ക്രിയാറ്റിക് അമൈലേസ് എന്നായിരിക്കും അതിന്റെ പേര്. പാങ്ക്രിയാറ്റിക് അമൈലേസ് സ്റ്റാർച്ചിനെ ഡെക്ട്രിൻ ആക്കി മാറ്റും. ഡെക്ട്രിൻ പ്ലസ് മാൾട്ടോസ് ആക്കി മാറ്റുകയാണ് ഇവയുടെ പരിപാടി. സോ ഇത്രയുമാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉള്ളത്. ഇനി നമുക്ക് പറയേണ്ടത് ഈ ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ സെക്രീഷൻസ് വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ്. അതിനു മുമ്പ് നമുക്ക് വാട്ട് ആർ ദ ഫേസസ് ഓഫ് ദിസ് സെക്രീഷൻ. സോ നമ്മൾ സ്റ്റൊമക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. സോ സ്റ്റൊമക്കിൽ പറഞ്ഞ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിനെ പറ്റി പറഞ്ഞ അതേ ആൾക്കാരൊക്കെ തന്നെയാണ്. ഒന്ന് സെഫാലിക് ഫേസ് എന്ന് വെച്ചാൽ ഫുഡ് നമ്മൾ കാണുക, കേൾക്കുക, അതിന് മണം അടിക്കുക, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സെക്രീഷൻസ് ഉണ്ടാകും. ദെൻ ഗ്യാസ്ട്രിക് ഫേസ് എന്ന് വെച്ചാൽ ഫുഡ് സ്റ്റൊമക്കിൽ എത്തുമ്പോഴത്തേക്കും സെക്രീഷൻസ് ഒക്കെ ഉണ്ടാകും. ദെൻ വീണ്ടും ഇൻഡസ്റ്റൈനൽ ഫേസ്, ഫുഡ് ഇൻഡസ്റ്റൈനിൽ എത്തുമ്പോഴത്തേക്കും സെക്രീഷൻസ് ഉണ്ടാകും. സോ ഇൻഡസ്റ്റൈനിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് സെക്രീറ്റിൻ വഴി ഒരുപാട് ബൈകാർബണേറ്റ് ഉണ്ടാകും. കോളിസിസ്റ്റോകൈനിൻ വഴിയാണ് എൻസൈം. സോ സെക്രീറ്റിൻ വഴി ബൈകാർബണേറ്റും CCK കോളിസിസ്റ്റോകൈനിൻ വഴി എൻസൈംസുമാണ് ഉണ്ടാവുക. അപ്പോൾ ഫൈനൽ ഇനി ആർക്കൊക്കെ പാങ്ക്രിയാറ്റിക് സെക്രീഷൻ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാങ്ക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് നമ്മൾ പറഞ്ഞു, അതിന് ഇതിന്റെ സെക്രീഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഇവിടെ നിന്ന് തന്നെ വിടുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ കുറയ്ക്കാൻ പറ്റും. ദെൻ പോളിപെപ്റ്റൈഡ് വൈ എന്ന് പറയുന്ന ആൾക്കാർക്കും അത് കുറയ്ക്കാനായിട്ട്. ദെൻ സൊമാറ്റോസ്റ്റാറ്റിൻ അതും ഇവിടെ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. ദെൻ മറ്റ് പല സ്ഥലങ്ങളിൽ സൊമാറ്റോ ഡി സെൽസ് ഉണ്ടാക്കുന്നു. സോ ദാറ്റ് ക്യാൻ ഓൾസോ ഡിക്രീസ്. ദെൻ പെപ്റ്റൈഡ്സ് ലൈക്ക് ഗ്രെലിൻ ഗ്രെലിൻ എന്നാണ് അതിന് പറയാ. ദെൻ ലെപ്റ്റിൻ വിശപ്പൊക്കെ കുറക്കുന്ന ആൾക്കാരാണ്. സോ ഇവർക്കും അത് കുറയ്ക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പാങ്ക്രിയാസ് അനാറ്റമി ആൻഡ് ഫിസിയോളജി. സോ നമ്മൾ ആദ്യ ഭാഗം അനാറ്റമി ആണ് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗം വാട്ട് ഈസ് ഇൻസൈഡ് ദ പാങ്ക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ഹൗ ഇറ്റ് ഡൈജസ്റ്റ് ദ ഫുഡ്. ഓക്കെ, ഇപ്പോൾ ഫുഡിനെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്തു, കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്തു, ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഓൾസോ ന്യൂക്ലിക് ആസിഡിനെയും ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.